ഇവിടെ പ്രേക്ഷകരുടെ എമ്പുരാനിൽ ഈ നമ്മുടെ ഇന്റർവെൽ ആയിട്ടുണ്ട്. അപ്പോൾ എമ്പുരാന്റെ വിശേഷങ്ങളും നോക്കേണ്ടതുണ്ട്. നമുക്ക് നേരെ തിയേറ്റർ റെസ്പോൺസിലേക്ക് പോകാം. ക്യാമറ ഷോട്ട്സും എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും പ്രേക്ഷകരൊക്കെ തന്നെ വലിയ പ്രതീക്ഷ തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, ബിൽഡപ്പാണ്. സെക്കൻഡ് ഹാഫിൽ സൂപ്പറാണ്. യെസ് യെസ് നന്നായിട്ടുണ്ട്. പ്രതീക്ഷിച്ചതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടോ? തിയേറ്റർ വാതിക്കലോട്ട് നിൽക്കാം. രണ്ടരയൊക്കെ പൊളി, വേറെ ലെവല്. ഖുറേഷി അബ്രഹാം പൊളി, ഒന്നും പറയില്ല. ഇംഗ്ലീഷ് പടം കാണുന്ന ഫീൽ തന്നെ. ലാലേട്ടൻ പറയണ വേറെ പറയില്ല. അതായത് മലയാളത്തിൽ ഇനി പൃഥ്വിരാജിനെ തട്ടങ്ങ് താന്നു തന്നെ ഇരിക്കും. ഇനി ആരൊക്കെ വന്നാലും വേറെ ഇനി ഈ പടം ചരിത്രത്തിൽ ഇങ്ങനെ കല്ലിലേത് കുത്തറല്ലേ, അതുപോലെ അങ്ങ് വെച്ചങ്ങനെ ഇപ്പം ഇതുവരെ വേറെ ലെവല്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മലയാളത്തിന്റെ സൂപ്പർ, വേറെ ലെവൽ, ഒന്നും പറയില്ല. എന്താ അടിപൊളി, ഒരു രക്ഷയില്ല. വിചാരിച്ചതിലേറെ നന്നായിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി പടം. എനർജിക്കുള്ളൊരു പോർഷനിലേക്ക് വരണല്ലോ. രണ്ടാം സെക്കൻഡിലത്തെ ഇത് ആ എനർജിക്ക് വേണ്ടി ഇരിക്കണം വെയിറ്റിങ്ങിലാ, അതുകൊണ്ട് ഒന്നും പറയല്ലേ. അതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ എമ്പുരാന്റെ ഇന്റർവെൽ സമയമാണ്. ആദ്യ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ റെസ്പോൺസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണികളിൽ നിന്ന് പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു വെടിക്കെട്ട് ഐറ്റം എന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന റിവ്യൂസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ തീർച്ചയായും അത് തന്നെയാണല്ലോ പ്രതീക്ഷിച്ചിരുന്നതും. ഇപ്പോൾ വേറൊന്നും തന്നെ ഇല്ല. ഇനി ഖുറേഷി അബ്രഹാം തകർത്താടുന്നു എന്നാണ് പലരും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്. കേരളം അങ്ങോളം ഇങ്ങോളമുള്ള 750 സ്ക്രീനുകളിലാണ് പ്രദർശനം. കഥയിലേക്ക് കിടന്നുണ്ട്, നല്ല രീതിയിൽ കിടന്നുണ്ട്. ഈ സെക്കൻഡ് ഹാഫ് വെയിറ്റ്, സെക്കൻഡ് ഹാഫ് അടിപൊളിയാവും. ഓക്കെ, ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് ഇതിലും അടിപൊളിയാകുമെന്നാണ് പ്രതീക്ഷ. നമുക്കിപ്പോൾ സ്ക്രീനിൽ പൃഥ്വിരാജിനെയും സുപ്രിയയും ഒക്കെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ആ ഭാഗത്തിരിക്കുന്ന എല്ലാം ഇതിലെ പ്രധാനപ്പെട്ട താരങ്ങളാണ്. സൂപ്പർ, ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, അടിപൊളി, സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവരാണ്, ഇന്റർവെൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവരാണ് നമ്മൾ ഈ കാണുന്നത്. അടിപൊളിയാ. അതെ 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 പൃഥ്വിരാജ് ഒരുപാട് ഡയറക്റ്റ് ചെയ്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് നോക്കിയിട്ട്. പിന്നെ അടിപൊളിയായിട്ട് അടിപൊളി, ഒരു രക്ഷയില്ല. വിചാരിച്ചാൽ അപ്പുറത്തത് ഡയറക്ഷനൊക്കെ അടിപൊളി, ലാലേട്ടൻ പൊളി. ഈ സെക്കൻഡ് ഹാഫ് അതിലും അടിപൊളി, ഉറപ്പാ. നല്ല പ്രതീക്ഷയിലാണ്. ഒറ്റക്കെട്ടായിട്ടിരിക്കുകയാണ്. കാരണം മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ട് ലാൽ സാറ് ശബരിമല പോയി നന്നായിട്ട് പ്രെയർ നടത്തി. എന്തോ ഒരു ചെറിയ ഒരു വിഷമമാണെന്ന് പറയുന്നത് കേട്ടു. ഞാനിപ്പോൾ വേളാങ്കണ്ണി പോയിരിക്കാം മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ട്. കാരണം മോഹൻലാൽ സാറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ. പൃഥ്വിരാജിനെ കണ്ടിട്ടില്ല. വരുന്നു പൃഥ്വിരാജ് വരുന്നു. ലാലേട്ടന്റെ മോനെ ആ ക്ലാസ് ആണ്, ആ വീട്ടിലെ ക്ലാസ് കീടില്ലേ, ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ്?
ഓക്കെ, എമ്പുരാന്റെ റിവ്യൂ അടിപൊളിയായിട്ടുണ്ട്. ഒരു ഹോളിവുഡിലെ ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിങ് ആണ്. നല്ല വിചാരിച്ച ഹൈപ്പിനനുസരിച്ചുള്ള സാധനമുണ്ട്. ഇനി സെക്കൻഡ് ഹാഫിലാണ് ബാക്കി സ്റ്റോറി നടക്കാൻ പോകുന്നത്. അത് അടിപൊളിയാണ് എന്തായാലും. വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി പൃഥ്വിരാജ്. ഗംഭീരം. മലയാള സിനിമയുടെ ഹോളിവുഡ് സ്റ്റൈല് അടിപൊളി തകർത്ത് ലാലട ഇബ്രാഹിം ഖുറേഷി പൊളിച്ച് വേറെ ലെവല്. ഇതിലൊന്നും പറയാനില്ല. പടം വേറെ ലെവലായിരിക്കും. പടം തകർത്ത. ലാലേട്ടൻ മലയാള സിനിമയുടെ തമ്പുരാൻ ലാലേട്ടൻ. കണ്ടത്രയും അടിപൊളി എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല പ്രതികരണങ്ങളാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയാണ്. അത് തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. അത് ആളുകൾ പാതി കണ്ട് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു സമയമാണ്. എങ്ങനെയുണ്ട്? വിചാരിച്ച പോലെ എമ്പുരാൻ പവറാണോ? അടിപൊളിയാണ്. എന്താണ് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടത്? ലെവൽ ഒന്നും പറയാനില്ല. മേക്കിംഗ് ആണെങ്കിലും ലാലേട്ടൻ ഇങ്ങനെ വേറെ ലെവൽ. അതായത് ലാലേട്ടൻ നമ്മളൊരു ബോളിവുഡ് സിനിമയിലേക്ക് എടുത്തിട്ടുള്ളൊരു ആ ഒരു ഫീലാണ് ശരിക്കും. മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുമ്പോൾ എമ്പുരാന് കുറേ ഇമ്പോർട്ടൻസ് എല്ലാവരും പറയുന്നുണ്ട്. ഈ കുറേ നാൾ കൂടി വന്ന ഒരു സിനിമ, അതിനകത്ത് ഇത്രയും കുറേ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്, കുറേ നാൾ കൂടിയിട്ട് ഇത്രയും മാർക്കറ്റിങ്ങും അതേപോലെ ഇത്രയും പ്രൊഡക്ഷനൊക്കെ ഇത്രയും കാര്യമായിട്ടെടുത്ത ഒരു സിനിമ എന്ന് തന്നെ പറയണം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊന്നും മലയാളത്തിൽ ഇത്രയും മാർക്കറ്റിങ്ങും ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടൊരു സിനിമയില്ല. അന്നിപ്പോൾ സാധാരണ രീതിയിൽ നിന്ന് മലയാള സിനിമയെ നോക്കിക്കാണുമ്പോൾ എമ്പുരാന് പകുതി കണ്ടപ്പോൾ എന്താണ് തോന്നുന്നത്? സംഭവം കിടിലാണ്. കാരണം ഇത്രയും മാർക്കറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് റിവ്യൂ നമ്മൾ എന്തോ സസ്പെൻസ് കിടക്കുന്നുണ്ട്. എന്തായാലും ലെവൽ പൊളിയാണ്. മുണ്ടെടുത്തോണ്ട് വന്ന വെറുതെ അല്ല. അടിപൊളി. ഹെവി 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 പടോ. പ്രതീക്ഷയോ? ഓ, ഞാൻ അധികം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഒന്നും പറയാൻ പറ്റുന്നില്ല. സ്പോയിലറായിപ്പോ. ഈ വേൾഡ് വൈഡ് ആയിട്ട് ഇത് ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സിനിമയാണ്. ഒരു മലയാള സിനിമ ഇത്രയും രീതിയിൽ ആളുകൾക്കിടയിലൊക്കെ ചർച്ചയാകപ്പെടുമ്പോൾ ഇപ്പോൾ ഹാഫ് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെ ഡിഫറൻസാണ് തോന്നുന്നത്? ഡിഫറൻസ് ഇത് വേറെ ലെവൽ ഡയറക്ഷനാണ്. സിനിമാട്ടോഗ്രഫി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ലാലേട്ടനല്ലേ, മാസ് ആയിരിക്കില്ലേ. സോ ഇനി ഒരു സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് തന്നെ സത്യം പറഞ്ഞാൽ ഓരോ സീനും ഡിഫറെൻ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ ഡെഫിനറ്റ്ലി എന്തൊക്കെയോ കാര്യങ്ങൾ വരാനുണ്ട് എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. ലൂസിഫർ പോലെ തന്നെ ഇനി എമ്പുരാൻ പോലെ തന്നെ ഇനി ഒരു മൂന്നാം ഘട്ടം കൂടെ ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഡെഫിനറ്റ്ലി. അവർ ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ അടിപൊളിയാവും എന്നുള്ള പ്രതീക്ഷയാണ്. ഡെഫിനറ്റ്ലി നല്ല കാത്തിരിപ്പ് തന്നെയാണ്. എമ്പുരാനും ലൂസിഫറും സ്റ്റീഫൻ നെടുമ്പള്ളിയും അതോടൊപ്പം തന്നെ എബ്രാഹിം ഖുറേഷിയും ഒക്കെ തിയേറ്ററിൽ ഇപ്പോൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ചായ കുടിക്കുന്ന തിരക്കിലാണെന്ന് അറിയാം. എങ്ങനെയുണ്ട്? പ്രതീക്ഷ പോലെ മോഹൻലാൽ എങ്ങനെയുണ്ട് എമ്പുരാൻ? എന്താ പറയാ, അങ്ങനെ പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്ന് ഇത് കഴിഞ്ഞിട്ട് പറയാം. മുഴുവനായി കഴിയട്ടെ അല്ലേ? അതെ അതെ, മുഴുവനായി കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്നാണ് ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ച് ഈ എമ്പുരാനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രത്യേകതകളുള്ളൊരു സിനിമയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, വേൾഡ് വൈഡായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമ. പല സ്ഥലങ്ങളിലും അവധികൾ നൽകി പോലും ഇന്ന് സിനിമ കാണാൻ വേണ്ടി സ്റ്റുഡൻസും അതോടൊപ്പം തന്നെ ജോലിക്കാരും ഒരേപോലെ തിയേറ്ററിൽ എത്തിയ സിനിമയാണ് ഇത്. ഇപ്പോൾ ഹാഫ് കണ്ടു കഴിഞ്ഞ ആളുകൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പോയിട്ട് പിന്നെ ബാക്കി ഡയലോഗ് കേൾക്കണമല്ലോ എന്ന് ഓർത്താൽ മിണ്ടായിരിക്കുന്ന പലപ്പോഴും എക്സൈറ്റ്മെന്റ് കാരണം. നന്നായിട്ട് നല്ല പടം, നല്ല ഓക്കെ, കറുപ്പുടുത്ത് ആരാധകരും താരങ്ങളും ഒരേപോലെ കാത്തിരുന്ന കേരളക്കര ഒന്നാകെ വരവേറ്റ എമ്പുരാന്റെ ആദ്യ പകുതി കഴിഞ്ഞിരിക്കുന്നു. ഈ കാണാനെത്തിയവരൊക്കെ, ആരാധകരൊക്കെ പുറത്തിറങ്ങി ഒന്ന് റിഫ്രഷിംഗ് സമയമാണ് ഇത്. ഇനി അടുത്ത ഹാഫിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഒരുപാട് ഈ സസ്പെൻസുകൾ ഇനിയും പൊളിയാനുണ്ടെന്നാണ് പലരുടെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. തിയേറ്ററുകളിൽ നിന്നുള്ള റെസ്പോൺസ് ചിലതൊക്കെ ഇത് മിക്സഡ് ആണ് തോന്നുന്നല്ലേ. റെസ്പോൺസ് എന്താണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി കാത്തിരിക്കാം
ഈ അവസാനം എന്താണ് ഇവർക്കൊക്കെ പറയാനുള്ളത് എന്നറിയാൻ തിയേറ്ററുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. കേരളം അങ്ങോളം ഇങ്ങോളം 750 സ്ക്രീനുകളിലാണ് ഇപ്പോൾ എമ്പുരാൻ പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.